സാറേ എൻ്റെ ഭാര്യ അനങ്ങിയാൽ വഴക്കിടും, അപ്പോൾ അനങ്ങിയില്ലെങ്കിലോ 2 വഴക്കിടും, എന്നും എപ്പോഴും വഴക്കന്നെ. എന്നിട്ട് പറയാം ഞാൻ ഇവിടെ വഴക്കിടുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കും, അപ്പോൾ അങ്ങനെ നിന്ന് ഭാര്യ ക്യാമറ ഓണാക്കും, ഇങ്ങനെ ആവും. ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെയാവും, അപ്പോൾ വീണ്ടും ക്യാമറ ഇങ്ങനെ ആവും. അമ്മായിമ്മമാർ, ഈ മഹലിൽ അമ്മായിമ്മമാരുകൾ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ടോ? ചില പെൺകുട്ടികളൊക്കെ ഭർത്താവായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ ഓരോ സ്റ്റാറ്റസ് ഒക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ സ്നേഹം യാചിച്ച് വാങ്ങേണ്ടതൊന്നുമല്ല, അതായിരിക്കും അവരുടെ ഒരു കമൻറ്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവും. കുറേ പെണ്ണുങ്ങളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്ത് ഉച്ചക്ക് റൂമിൽ കയറിയിട്ട് പണി എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റസ് പാളി നോക്കലാണ്. അല്ലാ, ഇങ്ങനെയുള്ള ലൈഫൊക്കെ ആയിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത്, എന്തായാലേ പോയി വരും. അപ്പോൾ 1-2 ഫാമിലീസ് ഇങ്ങനെ വന്നപ്പോൾ ഇവർ സാറേ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഞങ്ങൾ ഇച്ചിരി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നാ വീഡിയോ ചെയ്തേ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഹാപ്പി ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിലുള്ളത് വേറെയാണ്, സ്ക്രീൻ അപ്പുറത്തെ ലൈഫ് വേറെയാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങന്മാരെ നമുക്ക് വേണം. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ എന്നോട് നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും പോകുന്നത്, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും പോകുന്നത്, ഞാൻ നിങ്ങൾ ഓടി കൊണ്ടുപോകുന്നില്ല. വടകരത്തിൽ പെണ്ണ് പറഞ്ഞതാണ് ഒരു മണിക്കൂർ മനസ്സമാധാനത്തിന് 1 ലക്ഷം കൊടുത്താൽ കിട്ടുമോ? പറ. എത്ര തല്ലുവിടുന്ന ഭർത്താവാണെങ്കിൽ ബീച്ചിൽ വരുമ്പോൾ ഭാര്യനൊരു പ്രത്യേക കെയറായിരിക്കും. എടി നീ ഇങ്ങോട്ട് വാടി, പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് വാ, നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കാം. പൊന്നു മോനെ കല്യാണം കഴിക്കല്ലേ. എൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രം ടീച്ചേഴ്സ് 1/2 മണിക്കൂർ എന്നോട് എൻ്റെ ഭാര്യനോട് സംസാരിക്കും. എൻ്റെ ഭാര്യ എന്നാൽ ഒന്നുമായിട്ട് വരും. കൺഫ്യൂഷൻ ഉണ്ടോ? ഇതാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്ന സാധനം. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന, മക്കളിൽ നിന്ന്, പേരക്കുട്ടികളിൽ നിന്ന് നല്ല പരിഗണന, കൺസിഡറേഷൻ കിട്ടുന്ന ഉപ്പാപ്പയാണെങ്കിൽ, വല്ലിപ്പയാണെങ്കിൽ ആ ഉപ്പാക്കൊക്കെ ശാരീരികമായിട്ട് കുറച്ച് ശോഷണമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അയാളുടെ കണ്ണിങ്ങനെ തിളങ്ങുന്നത് കാണാം. അമ്മായിമ്മമാർ, ഈ മഹലിൽ അമ്മായിമ്മമാരുകൾ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലേ? അത് ഇവിടെ ആയിട്ടില്ലാതിരിക്കില്ല, എല്ലാ മഹലിലും ഉണ്ടാവും. ചിലപ്പോൾ ഈ മഹലിൽ കുറവായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എല്ലാ മഹലിലും ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ പോലല്ല, ഈ ലേഡീസ് കുറേ അപ്ഡേറ്റഡ് ആണ് ഇവർ. ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ഭർത്താവായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഓരോ സ്റ്റാറ്റസ് ഒക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ സ്നേഹം യാചിച്ച് വാങ്ങേണ്ടതൊന്നുമല്ല, അതായിരിക്കും അവരുടെ ഒരു കമൻറ്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അമ്മായിമ്മ കാണാനും, ഇളച്ചി കാണാനും, മൂത്തച്ചി കാണാനും, നാത്തൂൻ, ആ അസോസിയേഷനിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് പ്രതികാരം തീർക്കുന്നതാണ് പുതിയ തലമുറയിലെ കുറേ പെണ്ണുങ്ങൾ. ഇതിൻ്റെ അടുത്തൊരു രസം എന്താണെന്നറിയോ? കുറേ പെണ്ണുങ്ങളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്ത് ഉച്ചക്ക് റൂമിൽ കയറിയിട്ട് പണി എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റസ് പാളി നോക്കലാണ്. ഒരു പണിയില്ല. എന്നാൽ ഒരു ജുസ് ഖുർആൻ ഓതാൻ പറഞ്ഞ സമയമുണ്ടോ? ഹായ്, അതിനൊക്കെ എത്ര സമയം വേണം? 2 മണിക്കൂർ സ്റ്റാറ്റസ് നോക്കാൻ, 2 മണിക്കൂർ റീൽസ് കാണാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഓരോ ആളുകളും ഈ സ്റ്റാറ്റസിൽ നോക്കി, റീൽസിൽ നോക്കിയിരിക്കുന്നു. 2-3 പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം പറയാം. കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളുടേത് ഇറങ്ങിയിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും, ഭർത്താവ് ഭാര്യ, കുറേ എണ്ണം മസാല ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഇവർ എന്താ പറയുക, പാർക്കിൽ പോകുന്നു, അവർ ഫുഡ് അടിക്കുന്നു, ആ വീഡിയോയിൽ ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. മാളുകളിൽ പോകുന്നു, പല പല കാര്യങ്ങൾ, അവർ ടൂറിന് പോകുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ സഹോദരിമാർ കുറേ ആൾക്കാരുടെ പണി എന്താണെന്നറിയും? ഇതിങ്ങനെ കണ്ടിട്ട് അതിൻ്റെ താഴെ നെടുവീർപ്പിടും. നെടുവീർപ്പിട്ടത് അതിൽ കമൻറ്റിൽ കാണാൻ കഴിയില്ല. അതിൻ്റെ ശേഷമുള്ള കമൻറ്റ് കാണുമ്പോൾ നെടുവീർപ്പിന് ശേഷമുള്ള കമൻറ്റാണെന്ന് നമുക്ക് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാ, ഇങ്ങനെയുള്ള ലൈഫൊക്കെ ആയിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത്, എന്തായാലേ പോയി എന്ന ആ തരത്തിലുള്ള കമൻറ്റുകൾ ധാരാളം കാണും. അല്ലെങ്കിൽ കാണാം ഇങ്ങനെയുള്ള ഒരാളെ ഭർത്താവിനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭാര്യയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണ് ആ വിഷയത്തിൽ കുറേ കമൻ്റ് ഇടുക. ഇങ്ങനെയുള്ള നല്ല എന്ത് എൻജോയ്മെൻറ്റുള്ള ലൈഫ് എന്ന്. എൻ്റെ അടുത്ത് ചില കേസുകൾ കൺസൾട്ടിങ്ങിന് വേണ്ടി ചില ഫാമിലീസ് വരും. അപ്പോൾ 1-2 ഫാമിലീസ് ഇങ്ങനെ വന്നപ്പോൾ ഇവർ സാറേ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഞങ്ങൾ ഇച്ചിരി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നാ വീഡിയോ ചെയ്തേ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഹാപ്പി ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് ഇവർ കാണിച്ചു തന്നു. ഇത് ഞങ്ങളുടേതാണെന്ന് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഫുള്ള് നിങ്ങൾ ഹാപ്പി ആണല്ലോ, പിന്നെ എന്തിനാണ് കൺസൾട്ടിങ് വന്നത്? സാറേ വീഡിയോയിൽ മാത്രമേ ഹാപ്പി ഉള്ളൂ, യഥാർത്ഥ ലൈഫിൽ ഞങ്ങൾ ഹാപ്പി അല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മുടെ സഹോദരിമാർ ഇത് കണ്ടിട്ടാണ് നെടുവീർപ്പിടുന്നത്. അപ്പോൾ സ്ക്രീനിലുള്ളത് വേറെയാണ്, സ്ക്രീൻ അപ്പുറത്തെ ലൈഫ് വേറെയാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങന്മാരെ നമുക്ക് വേണം. അത് ശരിയല്ല ഈ ലൈഫ്, ഇത് കാണുന്നത് ശരിയല്ല. എന്നോട് ഒരാൾ പറഞ്ഞതെന്നറിയോ? അയാൾ രസകരമായിട്ട് അയാളുടെ ജീവിതത്തിൻ്റെ ആ ഭീകരമായ നിമിഷങ്ങൾ അയാൾ ഒപ്പിയെടുത്ത് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? സാറേ എൻ്റെ ഭാര്യ അനങ്ങിയാൽ വഴക്കിടും, അപ്പോൾ അനങ്ങിയില്ലെങ്കിലോ 2 വഴക്കിടും, എന്നും എപ്പോഴും വഴക്കന്നെ. എന്നിട്ട് പറയാം ഞാൻ ഇവിടെ വഴക്കിടുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കും, അപ്പോൾ അങ്ങനെ നിന്ന് ഭാര്യ ക്യാമറ ഓണാക്കും, ഇങ്ങനെ ആവും. ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെയാവും, അപ്പോൾ വീണ്ടും ക്യാമറ ഇങ്ങനെ ആവും. ഇത് അയാളുടെ ലൈഫ് ഒരു രസകരമായ അവസ്ഥയിൽ പറഞ്ഞതാണിത്.
ഇത്തരം അവസ്ഥകൾ കണ്ടിട്ട് നമ്മുടെ സഹോദരിമാർ വിചാരിക്കുകയാണെന്ത്, ഇയാളുടെ ലൈഫൊക്കെ വളരെ സുന്ദരമാണെന്ന് വിചാരിക്കണ്ട. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ് ഒറിജിനൽ അല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഈ കാണുന്ന ഞാനുണ്ടല്ലോ, ഈ ഷർട്ടൊക്കെ ഇട്ട ഞാൻ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്. ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത് കുറേ യൂട്യൂബിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഭർത്താവ് ഭാര്യയെ എങ്ങനെയാണ് മാനസികമായ സമാധാനപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നത് പറയുന്ന എൻ്റെ വീഡിയോസിന് താഴെ പല പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഇയാളുടെ ഭാര്യ ഭാഗ്യവതിയും. ഉറപ്പിക്കാൻ പറ്റുമോ? പറ ഉറപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ഭാര്യയ്ക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, എന്താണ് ഇപ്പോൾ അവസ്ഥ, വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ ഒരു 4-1 വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാതെ ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോയെ പോലെ ആ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, മെത്തേഡൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഞാനെന്ന കഥാപാത്രം അതിൻ്റെ ഒറിജിനൽ സോഴ്സോട് എത്രമാത്രം ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ ഭാര്യനെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയാം, അത് ആർക്കും സാധിക്കുന്ന കാര്യം, എൻ്റെ പ്രത്യേകത ഒന്നുമില്ല, ആർക്കും സാധിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അത് പിന്നെ അതുപോലെ തന്നെ അമ്മായിൻ്റെ മോളുടെ ഭർത്താവും കൂടെ അവിടെ ടൂറിന് പോയിരിക്കുന്നു. ഇതിങ്ങനെ കണ്ടിട്ട് ഭാര്യയുടെ മോന്തയുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഭർത്താവ് ഇങ്ങനെ റൂമിലേക്ക് വരുന്ന സമയത്ത് ഭാര്യയുടെ മോന്തയുടെ ഷേപ്പൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ എന്താടി നിനക്കൊരു മോന്തയുടെ ഷേപ്പൊക്കെ മാറിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ എന്നോട് നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരുടെയും പോകുന്നു, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരുടെയും പോകുന്നു, ഞാൻ നിങ്ങളോട് കൊണ്ടുപോകുന്നില്ല. വടകരത്തൊരു പെണ്ണ് പറഞ്ഞതാ, നിങ്ങൾ എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്താ സംഭവം? ആ ഭർത്താവിന് മനസ്സിലായി, ഇന്ന് ഏതോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു സൂക്ഷ്മമായി ചെറിയ ഒരു പരീക്ഷ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വലിയ അടിയുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനെയാണെന്നല്ല, കുറച്ച് ആളുകളൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. വലിയ അടിയും പ്രശ്നമുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കുറേ യാത്ര പോകും. അതൊരു വെടിനിർത്തൽ പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതായത് ഒരു മാസത്തേക്ക് എടി നാളെ ടൂറിന് പോകാം, ഒരു യാത്ര കൊണ്ടുപോകാം, തൽക്കാലം സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള യാത്രയാണ് ഈ പോയത്. എല്ലാവരും യാത്ര പോകുന്നവർക്ക് അങ്ങനെയാണെന്നല്ല, ചില ആളുകളൊക്കെ അങ്ങനെയാണെന്ന് മനസ്സിലായി. ബീച്ച് കാണാനല്ല, എനിക്ക് തിരമാലകൾ ഞാൻ നോക്കിയിരിക്കുന്നത് വല്ലാത്തൊരു രസമാണ്. തിരമാലക്ക് വിസബ്ബിഹുലില്ലാഹി മാഫി സമാവാതി വൽ അർള്, അതിൽ തിരമാലയും പെടുമല്ലോ. അപ്പോൾ തിരമാലയും ദിക്റിലാണെന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിക്കും ഈ പ്രപഞ്ചത്തിനൊരു ആംബിയൻസ് ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ ആംബിയൻസ് എന്ന് പറയുന്നത് ദിക്റുള്ള, ഒരൊറ്റ ആംബിയൻസ് പ്രപഞ്ചത്തിലുള്ളൂ, അത് ദിക്റുള്ള. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിൻ്റെ ക്രിയേഷൻസാണ്. ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഖാലിഖ് അള്ളാഹുവാണ്. മുസവ്വിർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. നമ്മളൊക്കെ മഖ്ലൂക്കുകളാണ്. ആ മഖ്ലൂക്കുകൾ മനുഷ്യന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ യുസബ്ബിഹുലില്ലാഹി മാഫി സമാവാതി മാഫിൽ അർദ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരല്ലാത്ത ലോകത്തുള്ള സർവ്വപടപ്പുകളും ദിക്റിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ കൂടെ ഇന്നെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ദിക്റിലല്ലാത്തത്. അല്ലാത്ത ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും ദിക്റിലാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് ബീച്ചിൽ പോകണം. ബീച്ചിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടെ ചില ആണുങ്ങൾ അങ്ങനെയുണ്ട്. ഇസ്ലാമിൽ ഞാൻ എത്രയോ പണ്ഡിതന്മാരുടെ വിഷയത്തിലെ അഭിപ്രായങ്ങൾ വലിയ വലിയ സ്നേഹത്തോടെ ഇടപഴകുന്ന കുറേ ഉസ്താദന്മാരുണ്ട്. അവരോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചോദിച്ചിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തോടൊപ്പം ഭർത്താവും ഭാര്യയും യാത്ര പോകണം, അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഈ വല്ല എതിർപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ തെറ്റായി പോരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഇല്ലയെന്ന് മാത്രമല്ല, പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യ ഭർത്താവ്, ഞാൻ പറയും ജബ്ബാറാജി ഭാര്യ അസ്മാത്താനെയും കൂട്ടി ആ മക്കളൊക്കെ ഒന്ന് കൈയൊന്ന് പിടിച്ചിട്ട് ആ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് എല്ലാവർക്കും ഒരു പിന്നെ ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. അസ്മാത്തൊക്കെ 58 വയസ്സായിട്ടുണ്ടാവും, എന്നാലും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അസ്മാത്തിയും ജബ്ബാറാജിയും ഒക്കെ അവർ എന്നെ പാലിക്കാനുള്ള അതുമെല്ലാം പാലിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് റാഹത്തിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ പുറത്ത് നിന്ന് വരുന്ന നല്ലൊരു ഇന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നും ശീലാക്കണം എന്നല്ല, ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് റാഹത്തിലാണ് തിരിച്ചു വന്നത് എന്ത് രസമുണ്ടാവും. ആ ഒരു മാസം മൊത്തം ജബ്ബാറാജിൻ്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ മറക്കാൻ ഈ അസ്മാത്താക്ക് ഈ ഒരൊറ്റ ട്രിപ്പ് മതിയാവും. മൂപ്പർക്ക് എത്ര ചിലവ്? 1300 റുപ്യ ആകെ ചിലവ്. എത്ര ലാഭം? ഒരു മാസം മൊത്തം മനസ്സമാധാനം. ഒരു മണിക്കൂർ മനസ്സമാധാനത്തിന് 1 ലക്ഷം കൊടുത്താൽ കിട്ടുമോ? പറ. അപ്പോൾ ആർക്കാ ലാഭം? പറ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രോസസ്സുകളിലേക്ക് നമ്മൾ കടക്കണം. എന്ന് പറഞ്ഞാൽ ടുഗെദറായിട്ടുള്ള യാത്രകൾ വേണം, ടുഗെദറായിട്ടുള്ള നല്ല നല്ല യാത്രകൾ വേണം. കുടുംബങ്ങൾ ഒന്നിച്ചിട്ട് വയനാട് തൊട്ടടുത്തല്ലേ, ആ ചുരന്ന് കാണാൻ പോയിക്കൂടെ? കടൽ തീരത്ത് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, എല്ലാ ഫാമിലിയും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി. അപ്പോൾ ഞാൻ വിളിച്ചു, പഠിച്ചോനെ ദുനിയാവിൽ ഇപ്പോൾ എല്ലാ ഫാമിലിയും ഹാപ്പിയായോ? ഇനിയിപ്പോൾ നമുക്കിടത്ത് കേസൊന്നും വരൂലേ? എന്താണ് ഇപ്പോൾ അവസ്ഥ? ഫുൾ കടൽ തീരത്ത് അടി കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരോ കണ്ടോ എനിക്കറിയില്ല. ബീച്ചിൽ പാർക്കിൽ തല്ലുകൂടുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക സമ്മാനം കൊടുക്കണം. ബീച്ചിലും വന്നിട്ട് തല്ലുകൂടുന്ന ആൾക്കാരുണ്ടെങ്കിൽ. പൊതുവെ ഞാൻ കാണാറില്ല. ബീച്ചിൽ എത്ര തല്ലുകൂടുന്ന ഭർത്താവാണെങ്കിൽ ബീച്ചിൽ വരുമ്പോൾ ഭാര്യനൊരു പ്രത്യേക കെയർ ആയിരിക്കും. എടി നീ ഇങ്ങോട്ട് വാടി,
പിന്നെ ഇച്ചിരി അങ്ങോട്ട് വാ, നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കാം. ആ പുള്ളിക്കാരി പറയാണ്, പിന്നെ ഇക്ക വീട്ടിൽ ചെന്നാലും ഈ സ്നേഹമൊക്കെ കാണണം കേട്ടോ. കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഈ സ്നേഹം. അപ്പോൾ സത്യം എന്താണ്, എല്ലാ ദിവസവും അടിയാണ്. അപ്പോൾ ഒരു അടി തീർക്കാൻ വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി ബീച്ചിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ വർഷത്തിൽ ഒരു ദിവസത്തെ ഹാപ്പിനെസ് ആണ് ബീച്ചിൽ കണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളാരും പൂർണ്ണരായ ആളുകളല്ല. നമുക്ക് നമ്മുടേതായ കുറവുകളുണ്ടാവും. കുറവുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം നല്ല വൃത്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുറവുകളിൽ ഫോക്കസ് ചെയ്യുക ആർക്ക്? എനിക്ക് എൻ്റെ കുറവുണ്ടാവില്ലേ? എൻ്റെ ഭാര്യൻ്റെ കുറവ്. ഇവിടെ ആരാ പൂർണ്ണരായ ആളുകളുള്ളത്? നമ്മളെപ്പോലെ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസാനുൻ കാമില, അവിടുന്ന് പൂർണ്ണരാണ്. അല്ലാതെ മനുഷ്യന്മാരിൽ വേറെ ആരാ പൂർണ്ണരായിട്ടുള്ളത്? ആരാണ്? നമുക്കൊക്കെ നമ്മുടേതായ കുറവുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറവുകളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഈ ഉള്ള നന്മകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് മെച്ചപ്പെടുത്താൻ, ഡെവലപ്പ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ടതാണ്. എത്ര ഭർത്താക്കന്മാർ എത്ര ഭാര്യമാർ നമ്മളോട് പറയുന്നതെന്നറിയും. ഒരു ഭർത്താവ് ഒരിക്കലും എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ വന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി, അയാൾ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് വികാരം ഉള്ളതെന്ന് നോക്കി. ചിലപ്പോൾ സന്തോഷമായിരിക്കും. ഉണ്ട് ഒരാൾ കഥ ഉണ്ട് അങ്ങനെ, ഭാര്യ പോയി, സാറേ വലിയൊരു വിഷയത്തിൽ നിന്ന് മോചനം കിട്ടിയെന്ന്, അൽഹംദുലില്ലാഹ് സാറേ ഭാര്യ പോയി എന്ന് പറയുന്നവരുണ്ടായേക്കാം ചിലപ്പോൾ. ഇയാളും ആത്മാർത്ഥമായിട്ട് പറയാൻ ഇങ്ങനെ, സാറേ എൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങി ഇങ്ങനെ കരയുന്നുണ്ട്. എന്നാലും എൻ്റെ ഭാര്യ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ശ്രദ്ധയോടുകൂടെ ചെയ്തു തന്നിരുന്ന, ഒരു കുറവും വരുത്താത്ത നല്ല ഭാര്യയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിരുന്നു, ഒരു കുറവും എനിക്ക് വരുത്തിയിട്ടില്ല. ഇങ്ങനെ കുറേ ഭാര്യയെക്കുറിച്ച് കുറേ പോസിറ്റീവായ കാര്യങ്ങൾ ഈ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ആ ഭാര്യ പോയി, എവിടെ പോയെന്ന് ചോദിച്ചാൽ, ഉംറക്ക് പോയ അല്ല, ഒരുത്തിൻ്റെ കൂടെ ചാടിപ്പോയതാ. വലിയ പ്രായമൊന്നുമില്ല, 38 വയസ്സൊക്കെ പ്രായമുള്ളൂ, ചാടിപ്പോയതാ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഭാര്യ എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നു സാറേ, ഞാൻ നല്ല തിരക്കുള്ള ആരായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഭാര്യനെക്കുറിച്ച് കുറേ പോസിറ്റീവ് പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഭാര്യ അങ്ങനെ നല്ലവളായിരുന്നു, ഇങ്ങനെ നല്ലവളായിരുന്നു, ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇല്ല സാറേ, ഞാൻ തിരക്കിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, തന്നെ പോലെ തൻ്റെ അയൽക്കാരിയെയും സ്നേഹിക്കുക എന്നുള്ള ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്ന കുറേ നല്ലവരായ ആളുകൾ, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ അപ്പുറത്ത് ഇന്ത്യയിലെ നമ്മളെ ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്, സ്വന്തം സിസ്റ്റർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ വിശാല മനസ്സോടുകൂടെ തൻ്റെ പെങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന ആ ഒരു ലക്ഷ്യത്തിൽ പെങ്ങളെയും കൊണ്ട് സ്വസ്ഥമായ സ്ഥലത്തേക്ക് പോയ ആ ഒരു നല്ല ചെറുപ്പക്കാരനെ, കൂപ്പുകൈയാണോ മണ്ടക്കെട്ട് അടിക്കണോ വേണ്ടി എനിക്കറിയില്ല. ഏതായാലും സംഗതി നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ കവി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. ആൺകുട്ടികളുണ്ടായിരുന്ന സമൂഹത്തിൽ ആൺകുട്ടികൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് തിരക്കല്ലേ, നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നല്ല തിരക്കുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാം, പെണ്ണ് കെട്ടരുത്. തിരക്കാണല്ലോ, തിരക്കല്ലേ, പെണ്ണ് കെട്ടണ്ട. ഞാൻ പറഞ്ഞത് ഇതിന് ഭാര്യനെ നോക്കാൻ സമയം ഏതെങ്കിലും ഒന്ന് നമ്മൾ സ്വീകരിക്കണം. ഒരാൾക്ക് നല്ല, സാറേ ഞാൻ ഭയങ്കര തിരക്കാണ്, പൊന്നു മോനെ കല്യാണം കഴിക്കല്ലേ. കാരണം നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ നിന്റെ അടുത്ത് സമയമില്ലെങ്കിൽ ദയവായി ആ പണിക്ക് നിൽക്കല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, അത്രയും നല്ല തിരക്കാണ്, കല്യാണം കഴിക്കാൻ നിർബന്ധമാണ്, പിന്നെ ഒരു കൂട്ടുകാരനെ ഏർപ്പാടാക്കണം. എടി എനിക്കെപ്പോഴും കറങ്ങാനൊന്നും വരാൻ സമയം കിട്ടൂല, എൻ്റെ കൂട്ടുകാർ റഫീഖ് ഉണ്ട്, അവന് കുറച്ചൊരു തിരക്ക് ഒഴിവുള്ള ആളാണ്. അപ്പോൾ നിനക്ക് എവിടെ കറങ്ങാൻ പോകാനുണ്ടെങ്കിലും അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, ഞാൻ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, റഫീഖിനെ വിളിച്ചാൽ മതി, റഫീഖിനൊരു സന്തോഷമായിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഇതിലേതെങ്കിലും ഒരു നിലപാടെടുക്കണം. കാരണം എന്താണെന്നറിയോ, എൻ്റെ കുട്ടീൻ്റെ കൂടെ കളിക്കേണ്ട വാപ്പയായ ഞാനല്ലാതെ പിന്നെ ആരാ? ഞാൻ ഒരു എൻ്റെ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് കഴിഞ്ഞ്, പിന്നെ ദീർഘമായ യാത്ര കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്തൊരു പരിപാടിക്ക് പോയിട്ട് ക്ഷീണിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ 3-4 വയസ്സുള്ള കുട്ടി ബലൂണ് ആന്ന് പറ, ആ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വെച്ച ബലൂൺ ഇങ്ങനെ 2-3 പിടിച്ചിട്ട് എന്നെ വിളിക്കുക. ഞാനിങ്ങനെ യാത്ര ക്ഷീണിച്ച് വരുമ്പോഴേ ഈ 4 വയസ്സുള്ള കുട്ടി, വാപ്പ അങ്ങനെ വരും, നമുക്ക് ബലൂൺ തട്ടിക്കളിക്കാമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അവനോട് എന്താ പറയണ്ടേ, എടാ തനിക്കെന്താടോ ഒരു കാര്യബോധമില്ലടാ. കേരളത്തിൽ അറിയപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വെറും 4 വയസ്സുള്ള തന്നെ പോലെ ഒരു ഞരന്ത് പയ്യൻ വന്നിട്ട് ബലൂൺ തട്ടിക്കളിക്കലിനെ ചോദിക്കാൻ നിനക്ക് സാമാന്യ ബോധമില്ലടാ എന്നെനിക്ക് പറയാൻ പറ്റുമോ? അവിടെ ഞാൻ സൈക്കോളജിസ്റ്റാണോ? പറ. തന്തയാണ് ഞാൻ, പ്രൊഡ്യൂസർ. മനസ്സിലായില്ലേ? അവിടെ തറ നിലവാരത്തിലേക്ക് മാറണം. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പലരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും, ഒരു സ്ഥാനമില്ല വീട്ടിൽ. നിങ്ങൾ മാനേജറാണെങ്കിലേ ആ മാനേജറിൻ്റെ കുപ്പായല്ലേ പുറത്ത് അയച്ചു വെച്ചിട്ട് ആ ബാപ്പാൻ്റെ കുപ്പായം ഉണ്ടാവില്ലേ, അതേപോലെ പിന്നെ ഭർത്താവിൻ്റെ കുപ്പായം അതും എല്ലാം ഇട്ടിട്ട് ബിസ്മിയിൽ ഇങ്ങനെ കയറിയാൽ മതി. അവിടെ നിങ്ങൾ ഓഫീസിൽ നിങ്ങൾക്ക് 100 സ്റ്റാഫ് ഉണ്ടാവും. നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ അതിന് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, വലിയ വലിയ കാറും എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടാവും. നിങ്ങൾ ഓഫീസിൽ ക്ലിങ് അടിച്ചാൽ ഓടി വരാൻ ചിലപ്പോൾ 4 ആളുണ്ടാവും. വീട്ടിൽ അങ്ങനല്ല.
ഒരു വാപ്പ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വാപ്പാൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടി ആരുടേതാ, ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞ് തല താഴ്ത്തി അപമാനത്തോടെ നടന്നിരുന്ന ഒരു കാലത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റ്സുമായിട്ട് ഡിസ്കഷൻസ് നടക്കുന്ന സമയത്ത് നയതന്ത്ര പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിലിരുന്ന് ഒരു പൊന്നുമോൾ അവിടുത്തെ താടി പിടിച്ച് കളിക്കുന്നത് ചരിത്രത്തിലുണ്ട്. അതാരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ ലോകരാജ്യത്തിൻ്റെ നേതാവാണ്. മദീന മുനവ്വറയുടെ നേതൃത്വമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതാവാണ്. അന്ത്യപ്രവാചകരാണ്. എല്ലാമാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പ മറ്റൊരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ഡിസ്കഷന് വേണ്ടി മീറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ഉപ്പാൻ്റെ മടിയിൽ വന്ന് താടി പിടിച്ച് വലിക്കാൻ മാത്രം സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടിക്ക് അനുവദിച്ചു കൊടുത്തതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം, മറ്റൊന്ന് ഈ പെൺകുട്ടി ആദരിക്കപ്പെടേണ്ടവളാണ് എന്നുള്ള അതിമഹത്തായ ഒരു മെസ്സേജ് ലോകത്തിന് മുഴുവനും മുത്ത് റസൂലുള്ളാഹി കൈമാറുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആലോചിക്കുകയെ നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിയൊന്നും എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടൂല. പറ്റെങ്കിൽ AK-47 എടുത്തിട്ട് വെടിവെച്ചിട്ട് പറഞ്ഞേക്കൂലേ. പിന്നെ കാരുണ്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, ഇത് തമാശയല്ല. എൻ്റെ കുട്ടി എന്നിട്ട് അവൻ ഈ 4 വയസ്സിലായാലും ബലൂൺ തട്ടിക്കളിക്കുന്ന പയ്യൻ, ഞാൻ എന്താ ചെയ്തത്? അവിടെ സൈക്കോളജിസ്റ്റിൻ്റെ കുപ്പായ കഴിച്ചു വെച്ച് അതിൻ്റെ അടുത്ത് പനിയിട്ടിട്ട് കളിച്ചു എന്നല്ല, അങ്ങനെ മനസ്സിലാക്കല്ലേ. ഞാൻ സാങ്കല്പികമായ കുപ്പായ പറയുന്നത്. അവിടെ ഞാൻ തറ നിലവാരത്തിലാണ്. അവനോട് ഞാൻ നീ സൈക്കോളജിസ്റ്റിൻ്റെ വില അറിയില്ലടാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ അവൻ്റെ തന്തയാണ്. തന്താറിന് മനസ്സിലായില്ലേ? തന്ത പറഞ്ഞ ഇവിടെ ചെറിയാണ്. ഇവിടെ അത് മനസ്സിലാക്കണം. അതിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ മോനെ സ്കൂളിൽ ഇവിടെ മെംസിൽ പഠിച്ച സമയത്ത് അവർ ഒരു മീറ്റിംഗ് ഉണ്ട്, പാരൻസ് മീറ്റിംഗ്. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രം ടീച്ചേഴ്സ് അരമണിക്കൂർ എന്നോട് എൻ്റെ ഭാര്യനോട് സംസാരിക്കും. എൻ്റെ ഭാര്യ പറഞ്ഞാൽ അവൻ്റെ ഉമ്മയായിട്ട് വരും. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ കുട്ടിൻ്റെ വിഷയങ്ങൾ ഞങ്ങളോട് ഈ സഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്, അതിൻ്റെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിനെക്കുറിച്ച് ഒരു അരമണിക്കൂറോളം അവൻ്റെ കുറേ അനലൈസ്ഡ് റിപ്പോർട്ടൊക്കെ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് സ്കൂളിൽ അധികൃതർ മീറ്റിംഗ് ഡേറ്റ് മാറ്റി ഡേറ്റ് ഒരു കാരണവശാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റൂല. ഇതേപോലെ ഏതോ ഒരു സ്ഥലത്ത് പരിപാടി ഏറ്റ ദിവസമാണ്. അപ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അന്ന് എൻ്റെ മോന് സങ്കടത്തോടെ പറഞ്ഞാണ്, ഓൻ്റെ ഉമ്മ, അതായത് എൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, എന്ത് എടാ വാപ്പക്ക് തിരക്കാണ്, പരിപാടിക്ക് പോകണ്ട, അതുകൊണ്ട് മീറ്റിങ്ങിന് വാപ്പ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി സങ്കടത്തോടെ 6 വയസ്സുള്ള കുട്ടി സങ്കടത്തോടെ പറഞ്ഞെന്താണെന്നറിയോ? എന്നാലും വാപ്പാനോടെ തിരക്കില്ലാത്തൊരു വാപ്പാനെ വാങ്ങിത്തരാൻ പറയുന്നു പറഞ്ഞു. അത് അവൻ്റെ ഒരു സങ്കടം പറഞ്ഞാണെന്നല്ലേ. സങ്കടം മാത്രമല്ല, അവൻ്റെ ഒരു പ്രതിഷേധം, അവൻ്റെ ഒരു ദേഷ്യം, അവൻ്റെ സങ്കടം എല്ലാം ഉണ്ടത് ആ കമൻറ്റിൽ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും പാട്ട് പാടാനും കഥ പറയാനും തമാശ പറയാനും സമയമില്ലെങ്കിൽ പിന്നെ ഞാനും പിന്നെ വലിയ കുടുംബനാഥനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യമുള്ളത്? എൻ്റെ ഭാര്യ അത് അർഹിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ തമാശ പറയുന്നത് എൻ്റെ ഔദാര്യമല്ല, അതെൻ്റെ ഭാര്യയുടെ അർഹത, എൻ്റെ ഭാര്യ അർഹിക്കുന്ന കാര്യമാണ്. എൻ്റെ മക്കളുടെ കൂടെ ഞാൻ പാട്ട് പാടുന്നത് എൻ്റെ ഔദാര്യമല്ല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. മക്കൾ ബാപ്പമാർക്ക് പ്രായമായി കഴിഞ്ഞാൽ ആ ബാപ്പാരുടെ കൂടെ കൈയൊക്കെ ഒന്ന് നെക്കിക്കൊടുത്തുകൊണ്ട്, കാലൊക്കെ ഒന്ന് മസാജ് ഇട്ട് കൊടുത്തുകൊണ്ട്, നെറ്റിയിലൊക്കെ ഒന്ന് ചെറിയ മസാജ് ഇട്ട് കൊടുത്തുകൊണ്ട്, ബാപ്പാൻ്റെ കൈയൊക്കെ നെക്കിക്കൊടുത്ത് നെറ്റിയിൽ ചുംബനം കൊടുത്തുകൊണ്ട് ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്നത് ആ മക്കളുടെ ഔദാര്യമല്ല. അത് തിരിച്ചും അങ്ങനെ തന്നെ. അത് മഹബത്തിൽ നിന്നുണ്ടാവേണ്ടതാണത്. ഗിവ് ആൻഡ് ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്കാണ്. ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യമാണ്, ഈ പ്രായമുള്ള ആളുകളെ വല്ലാതെ അവഗണിക്കുന്നു നമ്മൾ. പ്രായമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ തന്നെയുണ്ട്, ജെറിയാട്രിക്സ്. ഈ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന പഠനശാഖയിൽ പറയുന്നത് എന്താണെന്നറിയോ? പ്രായമുള്ളവർക്കൊക്കെ വാർദ്ധക്യം വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ പറയാം, വീട്ടിലൊരു വാപ്പുണ്ട് അല്ലെങ്കിൽ ഒരു വല്ലിപ്പുണ്ട്. ഈ വല്ലിപ്പൊക്കെ അത്യാവശ്യം പ്രായമുണ്ട്. നമ്മുടെ മഹലിലെങ്കിലും ഈ ഒരു നല്ല മാതൃകകൾ കാലാകാലം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എന്താ? ഈ പ്രായമുള്ള വല്ലിപ്പാക്ക് മക്കളിൽ നിന്നും പേരക്കുട്ടികളിൽ നിന്നും കെട്ടിവെച്ചു കൊണ്ടുവന്ന മരുമക്കൾ ഉണ്ടാവില്ലേ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ അവഗണനയാണ് സ്ഥിരമായിട്ട് കിട്ടുന്നതെങ്കിൽ അവരുടെ രോഗം വേഗം വരും, അവർക്ക് വേഗം വാർദ്ധക്യം വരും. രോഗമായി അല്ലെങ്കിൽ പ്രായമായി എന്നതുകൊണ്ട് മാത്രം രോഗം വന്നുകൊള്ളണം എന്നില്ല. അത് തെറ്റായ ചിന്തയാണ്. ഞാനൊരിക്കലും വയനാട് മല ഇങ്ങനെ കയറുന്ന സമയത്ത് ഏകദേശമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഡിസിനസ് വന്നു, തലകറക്കം വന്നിട്ട് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതേ റെസ്റ്റ് എടുത്തപ്പോൾ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്ത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുണ്ട് കണ്ടാൽ കുറച്ചൊക്കെ ഒരു പ്രായം തോന്നുന്ന ഒരു ലേഡി, കണ്ടാൽ കുറച്ചൊക്കെ പ്രായം ഉണ്ടെന്ന് തോന്നും. അവർ സ്പീഡിൽ പോകുന്നുണ്ട്. അതായത് ഈ മലയുടെ ഏകദേശം ഹൈറ്റിലും എത്തിയിട്ടുണ്ട്. എന്നിട്ടും അപ്പോഴും അവർ സ്പീഡിൽ തന്നെ പോകും. സ്പീഡിന് യാതൊരു കുറവില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, കുറച്ചൊക്കെ പ്രായമായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സ്പീഡിൽ മല കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ലേഡി പറഞ്ഞെന്നു, ഐ എം നോട്ട് ഏജ്ഡ്, ജസ്റ്റ് 64. എന്ത്
എനിക്ക് അതിനത്ര പ്രായമൊന്നുമായിട്ടില്ല, വെറും 64 ആയിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇത്ര സ്പീഡിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇന്നെ വേറൊരു മലയും കൂടി കയറാനുണ്ട്. വല്ലാത്ത ജാതി എന്നല്ലാതെ അതിനെന്താ പറയുക. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഈ വാർദ്ധക്യം എന്ന് പറയുന്ന സാധനം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന, മക്കളിൽ നിന്ന്, പേരക്കുട്ടികളിൽ നിന്ന് നല്ല പരിഗണന, കൺസിഡറേഷൻ കിട്ടുന്ന ഉപ്പാപ്പയാണെങ്കിൽ, വല്ലിപ്പയാണെങ്കിൽ, ആ ഉപ്പാക്കൊക്കെ ശാരീരികമായിട്ട് കുറച്ച് ശോഷണമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അയാളുടെ കണ്ണിങ്ങനെ തിളങ്ങുന്നത് കാണാം. ഉപ്പ നിങ്ങൾ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിലിരുന്നാൽ പോരാ, നിങ്ങളൊന്ന് കുളിച്ച് മാറ്റി വസ്ത്രമൊക്കെ ശരിയാക്കി തരാം, എന്നിട്ട് നിങ്ങൾ ആ വീടിൻ്റെ ഉമ്മറത്തൊന്ന് വന്നിരുന്നിട്ട് നിന്ന് ആ കാറ്റ് കൊണ്ടാൽ, നിങ്ങൾ ആ ഉമ്മറത്തൊന്ന് ഇരുന്നാൽ ഈ വീടിന് തന്നെ വല്ലാത്തൊരു ഐശ്വര്യമായിരിക്കും എന്നങ്ങോട്ട് പറഞ്ഞു നോക്കിയേ. ആ വല്ലിപ്പാക്ക് അന്നൊരു പ്രത്യേക ഒരു ഊർജ്ജം കണ്ടാൽ, അന്ന് മെഡിസിൻ അതാ കൊടുത്തിട്ടില്ലെങ്കിലും വല്ലിപ്പ നിലനിൽക്കും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തുൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നല്ല ത്വയ്യിബായ കലിമത്ത് പറയുന്നത്, നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരം ഒരാൾക്ക് കൊടുക്കുന്നത് സ്വദഖയുടെ പ്രതിഫലമുള്ളതാണ് എന്ന്. അപ്പോൾ ആ വല്യപ്പാനോട് ആ രീതിയിൽ, വല്യമ്മാനോട് ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ വല്യമ്മ ഇങ്ങനെ 10 ദിവസം പെരുമാറ്റം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ആരോഗ്യം മെച്ചപ്പെടും. കാരണം എന്താണെന്നറിയോ, ഈ നമ്മുടെ ഈ ശരീരം മൊത്തം ഈ ഹോർമോണുകളുടെ കളിയാണ് ശരിക്കും. ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള ഹോർമോണലൈസേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ, ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ പോസിറ്റീവ് ഹോർമോണലൈസേഷൻസ് ഉണ്ടാവും. അതുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ബോഡി റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം ഇതൊക്കെ മെച്ചപ്പെടും. അയാൾക്ക് രോഗപ്രതിരോധ ശേഷി അയാൾക്ക് മെച്ചപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ നല്ല പരിഗണന അവർക്ക് കൊടുക്കണം. അങ്ങ് കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒരു ഭാരമായി തോന്നരുത്. ഇതിന് 2 കാരണങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് അവരുടെ ഗുരുത്വം പൊരുത്തം. രണ്ടാമതൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ, ഈ ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു 50 കഴിഞ്ഞ് 55 കഴിഞ്ഞ് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും പിന്നെ കുറേ പൈസ ഉണ്ടാക്കണം, കുറേ അപ്പുറത്ത് ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഉള്ളതൊരു ശാന്തമായ ഒരു ലൈഫാണ് പിന്നെ ഉണ്ടാവുക, അല്ലേ? അങ്ങനല്ലേ? അതിന് അപവാദമായ ഏതോ ഒരാളിൻ്റെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് പറയരുത്. പൊതുവെയാണ് ഞാൻ പറഞ്ഞൊരു 55-60 വയസ്സാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഇത്തിക്കാവൊക്കെ ഇരുന്ന് ഖുർആനൊക്കെ ഓതിയിട്ട് ആ റാഹത്തിൽ കുട്ടികളെ മക്കളെ നോക്കി, അതാണ് പിന്നെ അവർക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഹുബ്ബുദ്ദുനിയാവിൽ നിന്ന് മിക്കവാറും ആ ആളുകളെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ദുആക്ക് ഇജാബത്തുള്ളവരായിരിക്കും പ്രായമുള്ളവർ. ഇത് വലിയ പോയിന്റാണ്. ഹുബ്ബുദ്ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ വലിയ രക്ഷപ്പെടലാണ്. നമ്മളിപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ചോദിച്ചാൽ എന്തായാലും ഉണ്ടാവുക, അടുത്ത വർഷം ഇപ്പോൾ 2024 മോൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഇപ്പോഴുള്ള കാർ കൊടുത്തിട്ട് വേറെ കാർ വാങ്ങണം. അത് ശരി. അപ്പോൾ മുത്തുനബിനെ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ മക്കത്ത് പോകണം, മദീനത്ത് പോകണം, ഉംറ ചെയ്യണം, അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ ഒന്നുകൂടി വർദ്ധിക്കണം എന്നുള്ള, അതൊക്കെ സൈഡായിട്ട്, അത് സൈഡല്ല സുഹൃത്തുക്കളെ, അതാണ് മെയിൻ. ഇതാണ് സൈഡ്. വണ്ടി വാങ്ങല സൈഡ്. ശരിക്കും നമ്മൾ മെയിൻ കോഴ്സ് സൈഡ് ലൈൻ ചെയ്തിട്ട് സൈഡ് ലൈനുള്ള സാധനം ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടാണ് നമ്മളുള്ളത്. എന്നിട്ട് ഇതുകൊണ്ട് അതിന് സമയമില്ല എന്ന് പറയും, ഇതുകൊണ്ട് അതിന് സമയമില്ല, അതുകൊണ്ട് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയുക, പ്രായമുള്ള ആളുകളുടെ സമീപത്ത് നമ്മുടെ ചെറിയ മക്കളിരുത്തണം, നമ്മളിരിക്കണം, നമ്മുടെ മക്കളിരിക്കണം, വല്യപ്പാൻ്റെ അടുത്ത് ഇരിക്കണം, തമാശ പറയണം, അതൊരു കൾച്ചറാക്കി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എന്താണെന്നറിയോ, കാര്യം പറ, പോയിന്റ് പറ, നമുക്ക് പ്രായമാവും. അല്ലാഹു തആല ആഫിയത്ത് ഉള്ള ദീർഘായുസ് നമുക്ക് നൽകട്ടെ. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ഒറ്റ കുട്ടിനെയും ആശ്രയിക്കാതെ ഇബാദത്ത് ചെയ്ത് അവസാന നിമിഷം വരെ അന്തസ്സോടെ ജീവിച്ച് അവസാനത്തെ നിമിഷത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും പരമപ്രാധാന്യമുള്ള കാഴ്ച ഹുളൂരിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കണ്ടുകൊണ്ട്, ആ നൂറ് കണ്ടുകൊണ്ട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മക്കളുടെ വിഷയത്തിൽ സ്ക്രീൻ ടൈം നിർബന്ധമായിട്ടും കുറച്ച് കൊണ്ടുവരണം. ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനത്തിൽ പറഞ്ഞത് 5 വയസ്സിന് താഴെ, 2 കാര്യം പറയുന്നത്, 4 വയസ്സെന്നും പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും ഒരു സ്ക്രീനും കാണിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നത്. മൊബൈല്, ടാബ്, TV, ലാപ്ടോപ്പ്, പാംടോപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സ്ക്രീനും ആ കുട്ടികളെ കാണിക്കരുത്. അവരുടെ സെൻസ് ഡെവലപ്പ് ചെയ്യില്ല. അവരുടെ ചില സെൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്, അവരുടെ സെൻസ് ഡെവലപ്പ് ചെയ്യില്ല എന്നവർ കട്ടായം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ യുവാക്കൾക്കടക്കമുള്ള, പഠിക്കുന്ന മക്കൾക്കടക്കമുള്ള ഈ സ്ക്രീൻ ടൈമിൻ്റെ ഉപയോഗം വല്ലാതെ അധികരിച്ചിട്ടുണ്ട്. ഇത് പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകും. അതിൽപ്പെട്ടതാണ് ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. നേരത്തെ ഞാൻ പറഞ്ഞു അറ്റൻഷൻ സ്പാൻ കുറയുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഡിസോർഡറിൻ്റെ പേരാണ് ADD എന്ന് പറയുന്നത്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അത്തരം കുട്ടികൾക്ക് മിക്കവാറും അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരു റെസ്റ്റ്ലെസ്സിൻ്റെ സ്വഭാവം കൂടെ കാണും. അതിനാണ് ADHD എന്ന് പറയുക, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊക്കെ ആ കുട്ടികളിൽ വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ സ്കോളാസ്റ്റിക്കലി ബാക്ക്വേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ആ കുട്ടികൾ പിന്നാക്കമായിരിക്കും. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ സമൂഹത്തിലേക്ക് ഇറങ്ങാതെ, ദീനി ദഅവത്തിൻ്റെ വിഷയത്തിൽ ഇറങ്ങാതെ, കല്യാണത്തിനും സൽക്കാരത്തിനും വരാതെ. ഇപ്പോൾ നമ്മുടെയൊക്കെ അപ്പുറത്ത് വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചായ ഒഴിച്ചു കൊടുക്കണം, പായസം ഒഴിച്ചു കൊടുക്കണം. അതിനൊന്നും നമ്മുടെ പുതിയ പോലെ കുട്ടികൾ കിട്ടൂല. അവരുടെ ലോകത്ത് അപ്പോൾ ഒരു മൊബൈലിൽ ചൂണ്ടിയാണെങ്കിൽ ഇരിക്കുന്നുണ്ടാവും. അതിപ്പോഴും വലിയ ആൾക്കാരൊക്കെ ചെന്നിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമൂഹ്യ, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള
ഒരവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. അവസാനമായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. എല്ലാവരും ദുആർക്കണം എന്നുള്ള വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.